പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും നരേന്ദ്രമോദി എത്തുമെന്നറിഞ്ഞതോടെ പ്രവർത്തകർ ആവേശത്തിലാണ്. ബിജെപി വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തുന്നു. മോദിയുടെ മഹാസമ്മേളനങ്ങൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആവശ്യമാണെന്ന് ദേശീയ നേതൃത്വത്തോട് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന RSS ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് RSS പ്രവർത്തകരെ പൂർണ്ണസമയവും നിയോഗിച്ച മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും. വലിയ വിജയമാണ് ഇവിടെ ബിജെപി ലക്ഷ്യമിടുന്നത്. താഴെത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വോട്ടാക്കി മാറ്റണമെങ്കിൽ നരേന്ദ്രമോദിയും പ്രമുഖ ദേശീയ നേതാക്കളും പങ്കെടുക്കുന്ന സമ്മേളനവും അതിന്റെ ആവേശവും വേണമെന്നാണ് RSSന്റെ വിലയിരുത്തൽ. ശബരിമല വിഷയത്തിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ച് പത്തനംതിട്ടയിൽ മഹാസമ്മേളനം നടത്തുന്നതിന് ബിജെപി ഒരുങ്ങുകയും പരിപാടിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടത് മാറ്റിവെക്കുകയായിരുന്നു. ഏപ്രിൽ 10-ന് ശേഷമാണ് കേരളത്തിൽ നരേന്ദ്രമോദി എത്തുക. ബിജെപി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് RSS പ്രവർത്തകരെ പൂർണ്ണസമയവും നിയോഗിച്ച മണ്ഡലവുമാണ് പത്തനംതിട്ടയും മറ്റൊന്ന് തിരുവനന്തപുരവും. പ്രധാനമന്ത്രി എത്തുന്നതോടെ ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ സാധ്യത തെളിയുമെന്ന നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും കുമ്മനവും സുരേന്ദ്രനും വലിയ വിജയപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി വന്നതോടുകൂടി പ്രധാനമന്ത്രിയുടെ മിഷൻ ശക്തി പ്രഖ്യാപനം ശക്തി പ്രകടനമാവുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ കൂടി ഗുണകരമായി ഇപ്പോൾ നരേന്ദ്രമോദിക്കും NDA സർക്കാരിന് മാറിയിരിക്കുകയാണ്. ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണത്തിലൂടെ ഇന്ത്യ വൻ ബഹിരാകാശ ശക്തിയായെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് വിഷയം പരിശോധിക്കാനായി കമ്മീഷൻ 5-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അപ്രമാദിത്വം തെളിയിക്കുന്നതാണ്. ഏതായാലും വലിയ ഗൗരവത്തോടുകൂടി രാജ്യം തിരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ രാജ്യം മുഴുവൻ പ്രധാനമന്ത്രി മഹാസമ്മേളനങ്ങളും റാലികളും നടത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിലും 2014 അത് കണ്ടതാണ്. നരേന്ദ്രമോദിയുടെ ആ വ്യക്തിപ്രഭാവം വാക്കുകളൊക്കെ NDAക്ക് ഗുണമാകുമെന്ന് തന്നെയാണ് ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും മോദിയുടെ സാന്നിധ്യം ഉറപ്പാണ്. നേരത്തെ നിർമ്മലാ സീതാരാമൻ കുമ്മനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അപ്പോൾ നടത്തിയ ആ സംസാരം, ആ വികാര പ്രകടനങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. അതിന് പിന്നാലെ നരേന്ദ്രമോദി കൂടി എത്തുമ്പോൾ അത് കൂടുതൽ ഊർജ്ജമാകുമെന്ന് തന്നെയാണ് കേരളത്തിലെ BJPയുടെ കണക്കുകൂട്ടൽ.